ഒരാൾ പ്രഗ്നൻ്റ് ആയാൽ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? എന്നാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ്, അല്ലെങ്കിൽ പ്രസവം എന്നത്തേക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ തന്നെ ഡോക്ടർ ഏകദേശം ഒരു കാൽക്കുലേഷനൊക്കെ നടത്തിയിട്ട് പറയും ഇന്ന ദിവസമാണ് നിങ്ങളുടെ ഡ്യൂ ഡേറ്റ്. അപ്പോൾ മുതലേ ആ ദിവസം നമ്മുടെ മനസ്സിൽ കാണും അല്ലേ? എങ്ങനെയാണ് ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അഥവാ EDD കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ പറയുന്നത് 280 ദിവസമാണ്, അല്ലെങ്കിൽ 40 വീക്സ് ആണ് ഒരു സ്ത്രീയുടെ പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ. അത് നമ്മുടെ നാട്ടിലാണ് കേട്ടോ. പുറത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ 42 വീക്സ് ആണ് ഒരു പ്രഗ്നൻസിയുടെ ഡ്യൂറേഷനായി കണക്കാക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അവസാനം പീരിയഡ്സ് ആയതിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങുക. അന്ന് മുതൽ 280 ഡേയ്സ്. ഇങ്ങനെ 280 ഡേയ്സ് എണ്ണയൊന്നും വേണ്ട. എന്നാണോ ലാസ്റ്റ് പീരിയഡ്സ് ആയത് അതിൻ്റെ ഫസ്റ്റ് ഡേയുടെ കൂടെ 9 മാസവും 7 ദിവസവും കൂട്ടുക. ഫോർ എക്സാമ്പിൾ, ജനുവരി 1-ാം തീയതിയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് പീരിയഡ്സ് ആയതെന്ന് വെക്കുക. ലാസ്റ്റ് പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ജനുവരി 1-ന്. അവിടെ തൊട്ട് 9 മന്ത്സ്, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ പ്ലസ് 7 ഡേയ്സ്, ജനുവരി 1 തൊട്ട് 7 ദിവസം, 8. അപ്പോൾ ജനുവരി 1-ന് പീരിയഡ്സ് തുടങ്ങിയ ഒരാളുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഒക്ടോബർ 8 ആയിരിക്കും. മനസ്സിലായില്ലേ? സിമ്പിൾ നോ? ഇനി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് റെഗുലർ ആയിട്ടുള്ള പീരിയഡ്സ് ഉള്ള ഒരാൾക്കേ ഇങ്ങനെ കാൽക്കുലേഷൻ നടക്കത്തുള്ളൂ. പീരിയഡ്സ് അത്ര റെഗുലർ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയതിൻ്റെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ പീരിയഡ്സ് ആയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഡേറ്റുകൾ അറിയുക? അതിനു വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് സ്കാൻ ഉപയോഗിക്കുക. ഫസ്റ്റ് സ്കാനിൽ കുഞ്ഞിൻ്റെ ചില മെഷർമെൻറ്റ്സ് വെച്ച് ഒരു ഡേറ്റ് കിട്ടും. അതായിരിക്കും എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. പിന്നെ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ എന്തിനാണ് ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത് പറയുന്നത്? സോ ദാറ്റ് വി ക്യാൻ ബി റെഡി. ആ സമയത്തേക്ക് നമുക്കൊരു മെൻറ്റൽ പ്രിപ്പറേഷനും പിന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും വീട്ടിലെ കുറച്ച് കാര്യങ്ങളുമൊക്കെ ഈ ഡേറ്റിലേക്ക് നമ്മൾ അടുപ്പിച്ച് വെക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. ഈ ദിവസത്തിൽ തന്നെ പ്രസവം നടക്കുന്ന ആളുകൾ ലെസ് ദാൻ 5% ആയിരിക്കും. കൂടുതൽ ആൾക്കാർക്കും ഈ ഡേറ്റിന് 2 ആഴ്ച മുൻപോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമോ ഒരാഴ്ചയ്ക്കുള്ളിലോ ആയിരിക്കും പ്രസവം നടക്കുക. അതുകൊണ്ട് ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമല്ല ഈ ഡേറ്റിൽ തന്നെ പ്രസവം നടക്കണമെന്നുള്ളത്. കൂടുതലും ഈ സമയത്തേക്ക് ഈ ഡേറ്റിനോട് അടുത്ത് പേഷ്യൻറ്റ് സ്പോണ്ടേനിയസ് ആയിട്ട് ലേബറിൽ തന്നെത്താനെ പ്രസവവേദന വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തന്നെ പ്രസവവേദന വന്ന് പ്രസവിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പ്രസവം നടക്കാനും ഏറ്റവും കൂടുതൽ ചാൻസ് അതിന് തന്നെയാണ്. പക്ഷേ പല റീസൺസ് കാരണം, ചിലപ്പോൾ പ്രഷർ ഉണ്ടാകാം, ചിലപ്പോൾ ഡയബറ്റിസ് ഉണ്ടാകാം, ചിലപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയിൽ വ്യതിയാനങ്ങൾ വരാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ നേരത്തെ തന്നെ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ഡെലിവറി പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് പ്രസവിക്കേണ്ടി വരാം. അതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും മനസ്സിലൊരാഗ്രഹം കാണുമല്ലോ, എൻ്റെ ഡേറ്റ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ യു കാൽക്കുലേറ്റ് ദി എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി.